ഞാൻ PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങിയ കാലത്ത് പലരും ചെയ്തതുപോലെ തന്നെ തോന്നിയ പോലെ വായിക്കുകയും അതുപോലെ തന്നെ പഠിക്കുകയൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇങ്ങനെ കുറേ നാൾ പഠിച്ചു കഴിഞ്ഞിട്ടും ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടും റാങ്ക് ലിസ്റ്റിലൊന്നും ഉൾപ്പെടാത്തപ്പോഴാണ് ഞാനും ഇനി പഠനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണം, എങ്കിൽ മാത്രമേ നമുക്കൊരു ജോലി അല്ലെങ്കിൽ മികച്ചൊരു റാങ്ക് നേടാൻ സാധിക്കൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ പഠനത്തിലെ പിഴവുകൾ കണ്ടെത്താൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ പഠനത്തിലെ ഏറ്റവും വലിയൊരു പിഴവ്, ഞാൻ കൃത്യമായ സിലബസ് മനസ്സിലാക്കാതെയാണ് ഓരോ പരീക്ഷകളും എഴുതിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കൃത്യമായി സിലബസ് മനസ്സിലാക്കി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പഠിക്കുന്നതിൻ്റെ ഗുണം പിന്നീടുള്ള ഓരോ മോഡൽ എക്സാമുകളുടെ മാർക്കിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ രണ്ടാമത് പഠനത്തിൽ വരുത്തിയൊരു മാറ്റം, മുൻപ് നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആ അറിയാത്തതിനെ മാറ്റി നിർത്തി മാത്രമേ പഠിച്ചുകൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ മാറ്റി നിർത്തുന്ന സമയത്ത് പലപ്പോഴും പല പരീക്ഷകളിലും ചോദ്യങ്ങൾ വന്നിരുന്നത് ആ മാറ്റി നിർത്തിയ ഭാഗത്തു നിന്നായിരുന്നു. നമ്മൾ മിക്കപ്പോഴും അങ്ങനെയാണ്, നമുക്ക് അറിയാത്ത ടോപ്പിക്കിൽ പഠിക്കാൻ വലിയ താല്പര്യം കാണില്ല, അറിയുന്ന ടോപ്പിക്കുകൾ കൂടുതൽ പഠിക്കാനും താല്പര്യം കാണിക്കും. പക്ഷേ അങ്ങനെ പഠിച്ചതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ ഈ കാര്യം മനസ്സിലായപ്പോൾ ഞാൻ അറിയാത്ത കാര്യങ്ങൾ പഠിക്കണമെന്നൊരു വാശി വന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ അറിയാത്ത കാര്യങ്ങളും അതുപോലെ തന്നെ റെയറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തിരഞ്ഞു പിടിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോൾ പഠനത്തോടൊരു താല്പര്യം വന്നു. നമ്മൾ കുറച്ച് നാൾ താല്പര്യത്തോടെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസും കൂടും, അതുപോലെ തന്നെ ജോലി നേടണമെന്നൊരു വാശി നമ്മുടെ ഉള്ളിൽ തനിയെ കടന്നു വരും. പിന്നെ മൂന്നാമത്തെ മാറ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുൻപ് SCERT പാഠപുസ്തകങ്ങൾ പഠിക്കാതെയായിരുന്നു പരീക്ഷ എഴുതിയിരുന്നത്. ഇപ്പോൾ 2019 VO പരീക്ഷയിലെ തോൽവിയാണ് എന്നെ SCERT പഠനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നത്. അതിനുശേഷം ഞാൻ SCERT പാഠപുസ്തകങ്ങളെ ഉൾപ്പെടുത്തി പഠിക്കാൻ തുടങ്ങി. ഇനി നാലാമത്തെ മാറ്റം, പതിവായി മോഡൽ എക്സാം പരിശീലിച്ചു എന്നതാണ്. നമ്മൾ എത്ര ടോപ്പിക്കുകളോ അല്ലെങ്കിൽ എത്ര റാങ്ക് ഫയലുകളോ വായിച്ചിട്ടും കാര്യമില്ല. കാരണം നമുക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ളതും അല്ലെങ്കിൽ മറന്നു പോകുന്നതുമായ ചില ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് മോഡൽ എക്സാം ചെയ്യണമെന്ന് മിക്ക സാറന്മാരും പറയുന്നത്. അപ്പോൾ അങ്ങനെ തൊഴിൽ വാർത്ത, അതുപോലെ തന്നെ തൊഴിൽ വീഥി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലെയോ അല്ലെങ്കിൽ ലക്ഷ്യ പോലുള്ള ഓൺലൈൻ ആപ്പ് വഴിയൊക്കെ ഞാൻ ഒരുപാട് മോഡൽ എക്സാം എഴുതാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരുപാട് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റി, അതുപോലെ തന്നെ കൺഫ്യൂഷനായിട്ടുള്ളവ ഉറപ്പിച്ച് പഠിക്കാൻ പറ്റി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് മാക്സിമം നെഗറ്റീവ് മാർക്ക് കുറക്കാൻ ഈ മോഡൽ എക്സാം സഹായിക്കും എന്നതാണ്. അതുകൊണ്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ പതിവായി മോഡൽ എക്സാമുകൾ പരിശീലിക്കാനും ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് പരീക്ഷകൾ എഴുതുമ്പോൾ നമ്മൾ മിക്ക പരീക്ഷകളിൽ നിന്നും പുറത്താകുന്നത് ഈ നെഗറ്റീവ് മാർക്ക് കൊണ്ടാണ്. അതിനുള്ള പ്രധാന കാരണം നമ്മൾ കൂടുതൽ പുതിയ പുതിയ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നില്ല എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും മോഡൽ എക്സാം പരിശീലിച്ചേ മതിയാവും. അഞ്ചാമത്തെ മാറ്റം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിനെക്കുറിച്ചാണ്. അതായത് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ജസ്റ്റ് പത്രങ്ങൾ മാത്രം വായിച്ച് കറണ്ട് അഫയേഴ്സ് നോക്കി പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ പത്രം വായിക്കുമെങ്കിലും ഈ കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്ത് വെക്കുന്നൊരു ശീലം ഉണ്ടായിട്ടില്ല. നമ്മൾ പരീക്ഷ എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ തേടി പിടിച്ചും അതുപോലെ തന്നെ PDF വഴിയൊക്കെ പഠിക്കും. പക്ഷേ പല ചോദ്യങ്ങൾക്കും കറണ്ട് അഫയേഴ്സിൻ്റെ ഉത്തരം നമുക്ക് കിട്ടാറുമില്ല. അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെന്ന രീതിയിലാണ് ഞാൻ പത്രം വായിക്കുന്നതോടൊപ്പം തന്നെ ഈ കറണ്ട് അഫയേഴ്സ് പ്രത്യേകമായിട്ടൊരു നോട്ടിൽ കുറിച്ച് വെക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇടയ്ക്ക് എപ്പം വേണമെങ്കിലും നമുക്കൊന്ന് മറിച്ച് നോക്കി പഠിക്കാം. ഈ ഒരു ശീലം കൊണ്ട് എനിക്ക് LGSലൊക്കെ കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക്കിലെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. നമ്മൾ ഇത്തരത്തിൽ നമ്മൾ എവിടെയൊക്കെയാണോ പിഴവ് വരുത്തുന്നത് അത് കണ്ടെത്തി പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിജയം കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ പഠനത്തിൽ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും.